മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ദൈവം എത്രയോ കരുണയോടെയാണ് ഈ പുതുദിനത്തിലേക്ക്, ഈ പ്രഭാതത്തിലേക്ക് നാം ഓരോരുത്തരെയും കരം പിടിച്ച് നയിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ, പരിപാലനത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും എല്ലാം ദൈവമായ കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. ഓരോ പ്രഭാതത്തിലും നാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമെന്നത് ദൈവത്തിൻ്റെ തിരുഹിതമാണ്. നമ്മുടെ ജീവിതം അത് അനുഗ്രഹമാകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ദിനം മുഴുവൻ കർത്താവിൻ്റെ കരുണയും കൃപയും പരിപാലനവും നാം ഓരോരുത്തരോടൊപ്പം ഉണ്ടാകുവാൻ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെല്ലാം ദൈവമായ കർത്താവിലേക്ക് കൃതജ്ഞതയോടെ നമുക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യാദികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും കുടുംബങ്ങളിലും അധ്വാന മേഖലകളിലും എല്ലാം നിറയ്ക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഒന്നുചേർന്ന് നമുക്ക് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജീവസുറ്റ വചനങ്ങൾ കടന്നു ചെല്ലുവാൻ അനേകർക്ക് ആത്മീയ ജീവിതത്തിൽ വലിയ ഒരു ഉണർവിന് കാരണമാകുവാൻ ഈ ശുശ്രൂഷ ഇടയായിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. നമ്മുടെ ജീവിത നിയോഗങ്ങളെ സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി പ്രഭാത വരുന്ന ശുശ്രൂഷയെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാപകൽ കഠിനാധ്വാനത്തിലായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും പ്രത്യേകം അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകാനിരിക്കുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനയോടെ നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ എല്ലാം നമുക്കൊരുക്കാം. നമ്മുടെ ഹൃദയം മനസ്സ് എത്രമാത്രം ഒരുക്കപ്പെടുന്നുവോ അതിനനുസരിച്ചാണ് നാം കേൾക്കുന്ന, നാം സ്വീകരിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയ നിലങ്ങളിൽ വിതയ്ക്കുന്ന ദൈവവചനത്തിന് ഫലം നൽകാൻ നമുക്ക് സാധിക്കുക. ആ വലിയ ബോധ്യത്തോടെ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളിലേക്ക് വർഷിക്കുന്ന തിരുവചനങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ, കർത്താവെ ആ വചനങ്ങൾക്ക് ഫലം നൽകാൻ ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ പരിശുദ്ധാത്മാവിൽ നിൻ്റെ കൃപയിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, അങ്ങേ കൂടാതെ ഒരിക്കലും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനോ സ്വീകരിക്കുവാനോ ആ വചനത്തിന് ഫലം നൽകുവാനോ ഞങ്ങൾക്കാവില്ല എന്ന് അവിടെ നിന്ന് അറിയുന്നല്ലോ. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, ദൈവവചനം അതിൻ്റെ ആഴങ്ങളിൽ ഗ്രഹിക്കുവാനും ആ വചനത്തിന് അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയോടെ
ഫലം നൽകുവാനും പരിശുദ്ധാത്മാവെ നീ ഞങ്ങളെ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ. നിന്റെ കൃപയാലും ദാനങ്ങളാലും ഓ പ്രിയ പരിശുദ്ധാത്മാവെ നീ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായി പ്രകൃതി ദുരന്തങ്ങളിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും നമുക്ക് ഓർക്കാം. കാലാവസ്ഥ വ്യതിയാനം മൂലം ലോകത്തിൻ്റെ അനേകം ഇടങ്ങളിൽ പ്രതികൂല കാലാവസ്ഥകളിലൂടെ ദൈവത്തിൻ്റെ പ്രിയ ജനം, ദൈവത്തിൻ്റെ പ്രിയ മക്കൾ ഒരുപാട് വേദനയിലാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ, സ്വന്തമായുള്ള ഭവനം, സ്വന്തമായുള്ള അധ്വാന മേഖലകൾ ഇതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വലിയ ദുഃഖത്തിലും ഭാരത്തിലായിരിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവരെല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവേ നിൻ്റെ അനന്തമായ കരുണ, പരിപാലനം അവരിലേക്ക് അയക്കണമേ എന്ന് ഈ ദിനം പ്രത്യേകമാവിധം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ് കർത്താവ് ഈ ദിനം നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവവചനങ്ങൾക്കായി കാതോർക്കാം. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങളുണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാക്കി. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് സുവിശേഷ വചനങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടത്. യേശുവിൻ്റെ രൂപാന്തരീകരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള, വിചിന്തനം ചെയ്തിട്ടുള്ള ഒരു തിരുവചന ഭാഗമായിരിക്കാം. പക്ഷെ ഓരോ പ്രാവശ്യവും തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മെ വളരെ സ്നേഹപൂർവ്വം പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെടാൻ, പ്രാർത്ഥിച്ച് ദൈവത്തെ പോലെയാകാൻ നമ്മെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥന, അതിൻ്റെ നിയോഗം, അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് കർത്താവ് തൻ്റെ രൂപാന്തരീകരണത്തിലൂടെ തൻ്റെ മക്കളായി നമ്മെ സവിശേഷമാംവിധം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരു പക്ഷേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയെ കാണുന്നത് കേവല കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സമീപിക്കുക, ദൈവത്തോട് ചോദിക്കുക, അങ്ങനെ കാര്യങ്ങൾ നേടുക, കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കുക എന്നതിനപ്പുറം പ്രാർത്ഥനയെ കാണുന്നവർ ഒരുപക്ഷെ നന്നേ വിരളമായിരിക്കാം, നന്നേ വിരളമാണ്. നിർഭാഗ്യകരമായ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ കാഴ്ചപ്പാട് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് ചേർന്നിരിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ വളരെ നാളുകൾ മുമ്പേ കുഞ്ഞുപ്രായത്തിൽ കേട്ടിട്ടുള്ള നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുസ്ഥാനീയരൊക്കെ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള മനോഹരമായൊരു ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ
പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ നന്മ, ആ ദൈവത്തിൻ്റെ സ്വഭാവം, ആ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പരിമളം അത് നമ്മിലേക്ക് നാം പോലും അറിയാതെ കടന്നു വന്ന് നിറയുന്ന അനുഭവം ഉണ്ടാകും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അതിന് പ്രത്യേകമായൊരു വിഷയത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും കാര്യം ദൈവത്തോട് പ്രത്യേകമായിട്ട് ചോദിക്കണമെന്നില്ല. പലപ്പോഴും ചില വിചാരിക്കും, എനിക്ക് ദൈവത്തോട് ഒന്നും ചോദിക്കാനില്ല, എനിക്ക് ആവശ്യത്തിനുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ ദൈവത്തെ സമീപിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് കരുതുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. എത്രയോ തെറ്റായ ഒരു രീതിയാണത്, ചിന്താഗതിയാണത്. യാഥാർത്ഥ്യത്തെ അറിയാത്തത് മൂലമാണ് ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയാണ്. ഇതുകൊണ്ടല്ലേ വചനത്തിൽ എത്രയോ തവണ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിശുദ്ധരാകുവിൻ. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ തിരിഹിതം എന്നിലും നിങ്ങളിലും നമ്മിലൊക്കെ നിറവേറാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പമായിരിക്കേണ്ടത്, ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത്. പ്രാർത്ഥനയിൽ ഒരു വ്യക്തി ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കും. നമ്മൾ ഭൗമിക മാതാപിതാക്കൾക്ക് ജനിച്ചവരാണ്, മാംസത്തിലും രക്തത്തിലുമാണ് നമ്മൾ അവരിൽ നിന്ന് ജന്മമെടുത്തിരിക്കുന്നത്. നമ്മിലെ ശരീരത്തിലെ രക്തം നമ്മുടെ അപ്പനമ്മമാരുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും അവരിൽ നിന്ന് കടമെടുത്ത ശരീരത്തിലെ കോശങ്ങളുടെ ഭാഗമാണ്. അത് പൂർണ്ണ വളർച്ചയെത്തിയപ്പോഴാണ് നാം ഓരോരുത്തരും ഇതുപോലെ ശരീരമുള്ളവരായി മാറിയത്. പ്രിയമുള്ളവരെ, എങ്കിൽ മാനുഷികമായ വിചാരവികാരങ്ങൾ, മാനുഷികമായ നൈസർഗിക ഭാവങ്ങൾ ഇതെല്ലാം നമ്മിലുണ്ടാകും. ഇതൊന്നും ദൈവികമാകണമെന്നില്ല. പലതും മാനുഷികമാണ്, പലതും ഈ ലോകത്തിൻ്റേതാണ്. പ്രിയമുള്ളവരെ, ഇതിനെ നമ്മൾ പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ സ്വഭാവത്തോട് നമ്മൾ ഓരോരുത്തരും ഐക്യപ്പെടുമ്പോഴാണ് നാം ദൈവമക്കളാകുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുക. ചിലരും പറയാറുണ്ട്, ആഗ്രഹിച്ചിട്ടില്ല അച്ഛ, അറിയാതെ അങ്ങ് ചെയ്തു പോകുന്നതാണ്. ചെയ്തു കഴിയുമ്പോൾ മനസ്സിൽ വലിയ ദുഃഖമുണ്ട്, കുറ്റബോധമുണ്ട്, സങ്കടമുണ്ട്, ഭാരമുണ്ട്. ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങോട്ട് ചെയ്തു പോയതാണ്, ചെയ്തു പോകുന്നതാണ്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു വശം, ഇങ്ങനൊരു ഭാവമുണ്ട്. പ്രാർത്ഥനയിലാണ് അതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുക. നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് വളരെ ശക്തമായിക്കൊണ്ടിരിക്കും. നമ്മെ അത് തകർക്കുന്ന, നമ്മെ കീഴടക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ സകല പരാജയങ്ങളുടെയും കാരണമായി തീരാവുന്ന ഒരു മേഖലയായി അത് മാറും. ഇതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെടാൻ ഈശോ പ്രത്യേകമാമിതം ക്ഷണിക്കുക. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് രൂപാന്തരീകരണത്തിന് മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലെ വിവിധങ്ങളായ ജീവജാലങ്ങളിൽ നിന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയും. നിങ്ങളൊരു പക്ഷേ ലോബ്സ്റ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. കടലിലെ ഒരു ജീവിയാണ് ലോബ്സ്റ്റർ. ഒരു പക്ഷേ വളരെ വില കൂടിയ ഒരു കടൽ വിഭവമാണ് ലോബ്സ്റ്റർ. സാധാരണക്കാർക്കൊന്നും ഇത് ഭക്ഷിക്കാൻ കിട്ടാറില്ല, വളരെ വില കൂടിയതാണത്. 5 സ്റ്റാർ ഹോട്ടലുകളിലെ മേശകളിൽ ഒരു പക്ഷേ ധനികരായ മനുഷ്യർക്ക് മാത്രമാണ് ഇത് ഭക്ഷിക്കാൻ ഭാഗ്യമുള്ളത്. ഈ ലോബ്സ്റ്ററിൻ്റെ ചരിത്രം ഏതാണ്ട് 70 വർഷത്തോളം ആയുസ്സുള്ള ഒരു കടലിലെ ജീവിയാണ് ലോബ്സ്റ്റർ. 10,000 കുഞ്ഞുങ്ങളെയാണ് ലോബ്സ്റ്റർ ഒരു പ്രാവശ്യം മുട്ടയിട്ട് വിരിഞ്ഞ് പുറത്തു വരിക. എന്നാൽ 10,000 വരുന്ന ആ കുഞ്ഞുങ്ങളിൽ നിന്ന് കേവലം 2-3 ലോബ്സ്റ്റർ മാത്രമാണ് അതിൻ്റെ വളർച്ച ചക്രം പൂർത്തിയാക്കി പൂർണ്ണ വളർച്ചയിലെത്തുന്നത്. ലോബ്സ്റ്ററിൻ്റെ ജീവിത വളർച്ച വളരെ കൗതുകകരമാണ്. അതിൻ്റെ പുറന്തോട് ചെറുപ്പത്തിലെ വളരെ ലോലമായിരിക്കും. ആ സമയത്ത് ഈ ലോബ്സ്റ്ററിനെ മറ്റ് കടലിലെ മത്സ്യങ്ങളൊക്കെ അതിൻ്റെ ആഹാരമാക്കി മാറ്റും. ഇതുകൊണ്ടാണ് കേവലം 2-3 ലോബ്സ്റ്ററുകൾ മാത്രമാണ് അതിൻ്റെ വളർച്ച പൂർത്തിയാക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ലോബ്സ്റ്ററുടെ ജീവിതത്തിലുള്ള അതിൻ്റെ വളർച്ചാ ചക്രത്തിലുണ്ടാകുന്ന രസകരമായൊരു കാര്യം, ഓരോ വർഷവും അതിൻ്റെ വളർച്ച നടന്നുകൊണ്ടിരിക്കും. വളർച്ച അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ
അതിൻ്റെ പുറന്തോടിനുള്ളിൽ അതിൻ്റെ ശരീരം വളരെ ഇങ്ങനെ വിങ്ങുന്നൊരവസ്ഥ വരും. വേദനയാൽ ലോബ്സ്റ്റർ പൊളയും. ആ ഒരു സമയത്ത് കടലിലെ ഏതെങ്കിലും ഒരു പാറയിടുക്കിൽ പോയി അത് സ്വസ്ഥമായി ശാന്തമായിരിക്കും. ആ വേദനയെ അത് അതിജീവിക്കും. പുറന്തോട് പൊട്ടും. പിന്നീട് പുതിയൊരു പുറന്തോട് അതിന് ലഭിക്കും. അങ്ങനെ പുറന്തോട് വളർച്ചയെത്തി അത് ഒരുക്കപ്പെട്ട് കഴിയുമ്പോഴാണ് വീണ്ടും ആ കടലിലെ ഒരു പാറക്കെട്ടിലിന് ഉള്ളിൽ നിന്ന് അത് വീണ്ടും പുറത്തേക്ക് വരിക. വളർച്ചയുടെ ഈ ചക്രം പൂർത്തിയാകുന്ന 7 വർഷക്കാലത്തോളം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു 7 വർഷമൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ വളർച്ച തന്നെ പൂർത്തിയാകുക. ഈ പ്രക്രിയ വീണ്ടും വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഒരിക്കലും ആർക്കും ഭേദിക്കാൻ കഴിയാത്ത അതിശക്തമായ പുറന്തോടുള്ള ലോബ്സ്റ്ററായി അത് മാറുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതം ഏതാണ്ട് ഇതുപോലെയാണ്. പലപ്പോഴും ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ, പ്രതികൂല അനുഭവങ്ങളെ, വിപരീത അനുഭവങ്ങളെ നമ്മൾ പലപ്പോഴും പറഞ്ഞു തള്ളുന്നുണ്ട്. ഇതെൻ്റെ വിധിയാണ്, ഇതെൻ്റെ തലയിലെഴുത്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിധിച്ച് തള്ളുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല, ജീവിത വളർച്ചയുടെ പാതയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്താൻ, നമ്മെ ദൈവത്തിൻ്റെ തിരുഹിതത്തിലേക്ക് ഒരുക്കാൻ, ഉയർത്താൻ ദൈവം ചേർത്ത് വയ്ക്കുന്നതാണ് ജീവിത സഹനങ്ങൾ, ജീവിത പ്രതികൂലങ്ങൾ. പ്രിയമുള്ളവരെ, ഇതിലൂടെ ഞാൻ രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ എൻ്റെ വളർച്ച പൂർത്തിയാവില്ല. ജീവിത അനുഭവങ്ങളെ നേരിടാനുള്ള മനക്കരുത്തോ ബലമോ ഒന്നും എനിക്കുണ്ടാവില്ല എന്ന് പലപ്പോഴും നാം അറിയാതെ പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ദൈവമകൻ, ദൈവമകൾ ജീവിത പ്രതികൂലങ്ങളുണ്ടാകുമ്പോൾ ഒരു ലോബ്സ്റ്ററിനെ പോലെ, കടലിലെ പാറയിടുക്കിൽ ചെന്ന് ഒളിക്കുന്നവരെ പോലെ ഞാൻ നിങ്ങളും ആകണം. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി അഭയം കണ്ടെത്തുക. ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന്, വ്യഗ്രതകളിൽ നിന്നൊക്കെ ഊളിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒളിച്ചിരിക്കുന്നവരെ പോലെയാകുക. പ്രാർത്ഥനയിൽ ദൈവത്തെ അള്ളിപ്പിടിച്ചിരിക്കുക. നിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നിരന്തരം രൂപപ്പെട്ടുകൊണ്ടിരിക്കും. നിരന്തരം രൂപാന്തരീകരണത്തിൻ്റെ ആ വലിയ പ്രക്രിയ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. കർത്താവിൻ്റെ ജീവിതത്തിൽ മലയിൽ അവൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രശോഭിച്ചതും അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ വെണ്മയേറിയതും എല്ലാം പ്രിയമുള്ളവരെ തൻ്റെ പുത്രൻ്റെ ആ പ്രാർത്ഥനയിലേക്ക്, ആ പുത്രൻ തന്നോട് പ്രാർത്ഥനയിൽ ചേർന്നിരുന്നപ്പോൾ ആ പിതാവ് തൻ്റെ മഹത്വം നൽകി അവനെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലോകമേ, നിങ്ങൾ ഇവൻ്റെ വാക്ക് കേൾക്കുക. പ്രിയ ജനമേ, നിങ്ങൾ ഇവൻ്റെ വാക്ക് കേൾക്കുക. ഇവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശാബോധം എന്തായിരിക്കണമെന്ന് എല്ലാം ഇവൻ പറഞ്ഞു തരും. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നതെല്ലാം നമ്മെ ഒരുക്കാൻ വേണ്ടിയാണ്, നമ്മെ വളർത്താൻ വേണ്ടിയാണ്, നമ്മെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ആ മഹാകരുണയെ, ആ തിരുഹിതത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തോട് പ്രാർത്ഥനയിൽ ചേർന്നിരിക്കാൻ കർത്താവെ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. യേശുവിൽ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ആയിരിക്കുന്നത് പോലെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഓരോ ദിനവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായതെല്ലാം കൃപകളും ദാനങ്ങളും കർത്താവെ എല്ലാം നീ ഒഴുക്കി ഞങ്ങളെ പരിപാലിച്ച് നടത്തുന്നതിനെ ഓർത്ത് ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവെ, ഈ ലോക ജീവിതത്തിൽ കർത്താവെ ദൈവം അനുവദിക്കുന്നതെല്ലാം ഞങ്ങളുടെ ഉപരി നന്മയ്ക്കാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്, ഞങ്ങൾ ഓരോരുത്തരും നിന്നോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ് എന്ന മഹനീയ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ അനുദിനം പ്രാർത്ഥനയിൽ നിന്നോട് ചേർന്നിരിക്കാൻ ഞങ്ങൾക്കും നീ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവെന്ന ദൈവമേ, ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ.
ഞങ്ങളുടെ ചിന്തയെ, ബുദ്ധിയെ, മനസ്സിനെ എല്ലാം പരിശുദ്ധാത്മാവെ അവിടുന്ന് തന്നെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ കേട്ട ഈ തിരുവചനങ്ങളുടെ ആഴങ്ങളിലേക്ക് വന്ന് അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാകുവാൻ പരിശുദ്ധാത്മാവെ നീ ഞങ്ങളെ നിരന്തരം പ്രവർത്തന നിരതനാകണമേ. അമ്മ ദൈവമാതാവേ, അമ്മ ദൈവത്തിൻ്റെ പ്രിയപുത്രിയായി അമ്മ ദൈവ തിരുഹിതത്തോട് ചേർന്ന് ജീവിച്ചു. അമ്മേ മാതാവേ, അമ്മയുടെ മക്കളായ ഞങ്ങളും അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ, ദൈവത്തിൻ്റെ തിരുഹിതം പ്രാർത്ഥനയിലൂടെ കണ്ടെത്തി നിറവേറ്റി ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരാമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെ, ഞങ്ങളുടെ ജീവിത വഴികളിലെന്നും നിങ്ങൾ ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ചതുപോലെ ഞങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ട ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതഗണങ്ങളെ ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്കാവശ്യമായി സംരക്ഷണം, പരിപാലനം നൽകി ഞങ്ങളെ വഴി നടത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കത്തോലിക്കാ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയോടും തിരുസഭയോടും മെത്രാന്മാരോട് വൈദികരോടും വിശ്വാസികളോടെല്ലാം ചേർന്ന് ആത്മാവിലൊരു വലിയ കൂട്ടായ്മയായി നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക്, ദൈവത്തിലേക്ക് നമുക്ക് ഉയർത്താം. സ്വർഗം തുറക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ആ വലിയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമ്മുടെ ജീവിത നിയോഗങ്ങളെ, ആവശ്യങ്ങളെ എല്ലാം കർത്താവിങ്കിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, പ്രകൃതിക്ഷോഭങ്ങളിൽ, വേദനകളിലൊക്കെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ അനേകായിരങ്ങളെ പ്രത്യേകം കർത്താവിൻ്റെ പരിപാലന കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും അനുദിനമുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിനവും കൂടുതൽ കൂടുതൽ പേര് ഈ വചനം കേൾക്കാൻ, ഈ വചനം കേട്ട ആത്മാവിൽ ഉണർവ് പ്രാപിക്കാൻ, അനേകർ ഈ ശുശ്രൂഷയുടെ നന്മകളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ എല്ലാം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനിയും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിലും നൊവേനുകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയൻ കൂടാരങ്ങളെ പ്രേക്ഷിതമാക്ക രാപകൽ നിങ്ങൾ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും കരുതലും കരുണയൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകമാവിധം ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. യേശുനാമത്തിൽ ദൈവമായ കർത്താവ് നിങ്ങളേവർക്കും നല്ലൊരു ദിനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.